ഗൾഫ് ഫോക്കസിൽ ഇനി വിശദമായ റിപ്പോർട്ടുകളാണ്. കുവൈത്ത് KMCC യോഗത്തിൽ കയ്യാങ്കളി. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിനെ ഒരു വിഭാഗം പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിനിടയിലാണ് സംഘർഷം. അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ നടന്ന യോഗത്തിലാണ് പ്രവർത്തകർ തമ്മിൽ തർക്കമുണ്ടായത്. യോഗം ആരംഭിച്ചതോടെ ഒരു കൂട്ടം KMCC പ്രവർത്തകർ യോഗത്തിലേക്ക് തള്ളിക്കയറുകയായിരുന്നു. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. കൂടുതൽ വിവരങ്ങളുമായി ഗിരീഷ് ഒറ്റപ്പാലം കുവൈത്തിൽ നിന്ന് ചേരുന്നുണ്ട്. ഗിരീഷ്, എന്താണ് സംഭവിച്ചത്? ഇങ്ങനെ ഒരു കയ്യാങ്കളിയിലേക്ക്, തർക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് ഏത് പശ്ചാത്തലത്തിലാണ് ഗിരീഷ്? റിജിത്ത്, അല്പസമയം മുൻപാണ് കുവൈറ്റ് KMCC യോഗത്തിൽ കയ്യാങ്കളി നടന്നത്. അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ ചേർന്ന യോഗത്തിലാണ് KMCCയുടെ ഇരുവിഭാഗവും പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷം കയ്യാങ്കളിയിൽ അവസാനിച്ചത്. KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിനിടെയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിനെയും സംഘത്തെയും പ്രവർത്തകർ കയ്യേറ്റം ചെയ്തത്. സംഘടനാ തർക്കത്തെ തുടർന്ന് കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, തൃശൂർ തുടങ്ങിയ ജില്ലകളുടെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാൻ എത്തിയതായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി PA സലാം, അബ്ദുറഹ്മാൻ രണ്ടത്താണി, ആബിദ് ഹുസൈൻ തങ്ങൾ എന്നീ മുതിർന്ന ലീഗ് നേതാക്കൾ. യോഗം ആരംഭിച്ചതോടെ ഒരു കൂട്ടം KMCC പ്രവർത്തകർ യോഗത്തിലേക്ക് തള്ളിക്കയറുകയായിരുന്നു. PMA സലാമിന്റെ ഉദ്ഘാടന പ്രസംഗത്തിനിടയിലായിരുന്നു ഈ സംഭവം. ഇതേ തുടർന്ന് കോഴിക്കോട് ജില്ലാ കൗൺസിൽ അല്ലാത്തവർ യോഗത്തിൽ നിന്നും പുറത്തു പോകണമെന്ന് PA സലാം അഭ്യർത്ഥിച്ചെങ്കിലും ഇരച്ചുകയറിയ വിഭാഗം ഇത് നിരസിക്കുകയും ഹാളിൽ തുടരുകയും ചെയ്തു. ഇതോടെ തെരഞ്ഞെടുപ്പ് നടത്താനാവാതെ യോഗം നിർത്തിവെച്ചു. തുടർന്ന് നേതാക്കൾ ഹോട്ടലിലേക്ക് മടങ്ങി. എന്നാൽ നേതാക്കൾ മടങ്ങിയെങ്കിലും വേദിയിലും സദസ്സിലും ഉണ്ടായിരുന്ന പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും മറ്റും അരങ്ങേറി. തുടർന്നുള്ള മുസ്ലിം ലീഗ് ഉയർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറിൽ ലഭ്യമാവും. ശരി, കുവൈത്ത് KMCC യോഗത്തിലാണ് കയ്യാങ്കളി ഉണ്ടായത്. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിനെ ഒരു വിഭാഗം പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. ഗിരീഷ് ഒറ്റപ്പാലം വിവരങ്ങൾ നൽകുകയായിരുന്നു കുവൈത്തിൽ നിന്ന്. അവസാനഘട്ട വോട്ടെടുപ്പിന് രാജ്യം. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വിധിയെഴുത്ത് ഇന്നാണ്. 57 മണ്ഡലങ്ങളാണ് ഏഴാം ഘട്ടത്തിൽ വിധിയെഴുതുന്നത്. BJPയും ഇന്ത്യ മുന്നണിയും ഒരുപോലെ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങൾ നിർണായകമാണ്. വൈകിട്ട് പുറത്തുവരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കണ്ണും നട്ടിരിക്കുകയാണ് രാഷ്ട്രീയ ഇന്ത്യ. ജൂൺ 4 ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. ഏപ്രിൽ 19 തുടങ്ങിയ വിധിയെഴുത്തിന്റെ അവസാന ഘട്ടമാണ് നാളെ. ഇത്തവണ പോളിംഗ് 7 ഘട്ടമായിരുന്നു. പ്രധാനമന്ത്രി മത്സരിക്കുന്ന വാരാണസി അടക്കം 57 മണ്ഡലങ്ങളാണ് നാളെ വിധിയെഴുതുന്നത്. BJPയ്ക്കും പ്രതിപക്ഷ കൂട്ടായ്മയ്ക്കും ഏഴാം ഘട്ടം നിർണായകമാണ്. ബംഗാളും ഉത്തർപ്രദേശും ഹിമാചലും അവസാനഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തും. 200-ലധികം തെരഞ്ഞെടുപ്പ് റാലികളിൽ BJPയുടെ താരപ്രചാരകനായി നരേന്ദ്രമോദി നേരിട്ട് പങ്കെടുത്തു. രാഹുലും പ്രിയങ്കയും കോൺഗ്രസിന്റെ തേര് തെളിച്ചു. ജാമ്യത്തിലിറങ്ങിയ അരവിന്ദ് കെജ്രിവാളും BJPയെ വെല്ലുവിളിച്ചു. നാളെ വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതോടെ എക്സിറ്റ് പോളുകൾ പുറത്തുവരും. വിവിധ ഏജൻസികളുടെയും മാധ്യമങ്ങളുടെയും പ്രവചനങ്ങളിൽ കണ്ണും നട്ടിരിക്കുകയാണ് രാജ്യം. ഇന്ത്യ മുന്നണിയുടെ യോഗം നാളെ ഡൽഹിയിൽ ചേരുന്നുണ്ട്. മമതാ ബാനർജി യോഗത്തിനെത്തില്ല. നാളത്തെ വോട്ടിംഗ് പൂർത്തിയാകുന്നതോടെ നരേന്ദ്രമോദി സർക്കാർ ഓർമ്മയായി മാറുമെന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം. ഭരണത്തുടർച്ച ഉറപ്പിച്ച NDA സത്യപ്രതിജ്ഞാ തീയതി വരെ തീരുമാനിച്ചതായാണ് റിപ്പോർട്ടുകൾ. ജൂൺ 4 ചൊവ്വാഴ്ച വിധി ദിനം. ആര് വാഴും ആര് വീഴുമെന്ന് അന്നറിയാം. അതുവരെ അവകാശവാദങ്ങളുടെ പെരുമഴ. ജനവിധിയുടെ സമ്പൂർണ്ണ വിവരം പ്രേക്ഷകരിലേക്കെത്തിക്കാൻ 24 സുസജ്ജം. വിധിദിനത്തിൽ രാവിലെ 5 മുതൽ പ്രത്യേക സംപ്രേഷണം തുടങ്ങും. ന്യൂസ് ഡെസ്ക് 24. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏകാന്ത ധ്യാനം തുടരുകയാണ്. വൈകിട്ട് മോദി കന്യാകുമാരിയിൽ നിന്ന് മടങ്ങും. തിരുവനന്തപുരം വഴി വാരാണസിയിലേക്കാണ് മോദിയുടെ യാത്ര. മോദിയുടെ ധ്യാനത്തെ വിമർശിച്ച് പ്രതിപക്ഷ നേതാക്കൾ രംഗത്തെത്തി. സാഗരങ്ങളുടെ സംഗമസ്ഥാനത്ത് സൂര്യാസ്തമയം കണ്ട് ഇന്നലെ വൈകിട്ട് 6:45 നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിലെ ധ്യാന മണ്ഡപത്തിലേക്ക് കടന്നത്. 45 മണിക്കൂർ നീളുന്ന ധ്യാനത്തിനിടെ പ്രധാനമന്ത്രി കഴിക്കുക ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണം മാത്രം. കരിക്കും മുന്തിരി ജ്യൂസും ചൂടുവെള്ളവുമാണ് പ്രധാനം. ഈ സമയം അത്രയും മോദി മൗനവ്രതത്തിലായിരിക്കും.
ധ്യാനമണ്ഡപത്തിന് പുറത്തേക്ക് ഇറങ്ങില്ല. ദൂരദർശനും ANIക്കും മാത്രമാണ് വിവേകാനന്ദ പാറയിൽ റിപ്പോർട്ടിങ്ങിനായി പ്രവേശനമുള്ളത്. നരേന്ദ്രമോദിയുടെ ധ്യാന നിമിഷങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. വെള്ളവസ്ത്രത്തിൽ ധ്യാനം തുടങ്ങിയ പ്രധാനമന്ത്രി രണ്ടാം ദിനം കാഷായ വസ്ത്രത്തിലാണ്. 2019 കേദർനാഥിൽ ധ്യാനമിരുന്നപ്പോഴും നരേന്ദ്രമോദി കാഷായ വസ്ത്രത്തിലായിരുന്നു. കന്യാകുമാരിയുടെ കടലിലും കരയിലും ശക്തമായ സുരക്ഷാ വലയമുണ്ട്. നാവികസേനയും തീരസംരക്ഷണ സേനയും കടലിൽ നങ്കൂരമിട്ടിട്ടുണ്ട്. 2000 പോലീസുകാരാണ് കരയിൽ കാവലുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാകുന്ന നാളെ വൈകിട്ട് വരെ നരേന്ദ്രമോദി ധ്യാനത്തിൽ തുടരും. 3:30 കന്യാകുമാരിയിൽ നിന്ന് തിരുവനന്തപുരം വഴി വാരണാസിയിലേക്ക് തിരിക്കും. മോദിയുടെ മണ്ഡലമായ വാരണാസിയിലും നാളെയാണ് വോട്ടെടുപ്പ്. പ്രധാനമന്ത്രിയുടെ ധ്യാനം ആത്മീയമല്ല, രാഷ്ട്രീയമെന്നാണ് പ്രതിപക്ഷ വിമർശനം. എന്നാൽ വികസിത ഭാരതത്തിന് വേണ്ടിയുള്ള ജ്ഞാനോദയമാണ് ലക്ഷ്യമെന്ന് BJP ന്യായീകരിക്കുന്നു. എന്തായാലും ധ്യാനത്തിലൂടെ ജ്ഞാനമാണോ വോട്ടാണോ കിട്ടുന്നതെന്നറിയാൻ കുറച്ചു ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും. കന്യാകുമാരിയിൽ നിന്നും രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം അജീഷ് ജയകുമാർ, 24. ചൂട് കനക്കുന്ന പശ്ചാത്തലത്തിൽ UAE തൊഴിലാളികൾക്ക് ഉച്ചവിശ്രമ നിയമം പ്രഖ്യാപിച്ചു. ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകിട്ട് 3 വരെയാണ് തൊഴിലാളികൾക്ക് വിശ്രമം അനുവദിക്കുക. ജൂൺ 15 മുതൽ സെപ്റ്റംബർ 15 വരെ 3 മാസമാണ് നിയമം നിലനിൽക്കുക. അതേസമയം ഒമാനിൽ തൊഴിലാളികൾക്കുള്ള ഉച്ചവിശ്രമം നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. രാജ്യത്ത് വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ പുറംതൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾക്ക് ആശ്വാസം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജ്യത്ത് ഉച്ചവിശ്രമ നിയമം പ്രഖ്യാപിച്ചത്. തുറന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് നിർബന്ധമായും ഉച്ചവിശ്രമം നൽകണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകിട്ട് 3 വരെയാണ് തൊഴിലാളികൾക്ക് വിശ്രമം അനുവദിക്കുക. ഉച്ചവിശ്രമ സമയത്ത് തൊഴിലാളികൾക്ക് വിശ്രമിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകേണ്ടത് സ്ഥാപനങ്ങളാണ്. വിശ്രമ സമയങ്ങളിൽ തൊഴിലാളികൾക്ക് തണൽ ലഭിക്കുന്നതിനുള്ള സംവിധാനവും ജോലി സ്ഥലത്ത് ഉണ്ടായിരിക്കണം. നിയമം ലംഘിക്കുന്നവർക്ക് 50,000 ദിർഹം വരെ പിഴ ചുമത്തുമെന്നും അതോടൊപ്പം കമ്പനിയെ തരം താഴ്ത്തുകയും ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ കമ്പനികൾ നിയമം പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ പരിശോധനാ വിഭാഗത്തെ നിയോഗിക്കുമെന്നും UAE മാനവ വിഭവശേഷി സദസ്യവൽക്കരണ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഒമാനിൽ തൊഴിലാളികൾക്കുള്ള ഉച്ചവിശ്രമ നിയമം നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. പുറംജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് സെപ്റ്റംബർ 1 വരെ ഉച്ചയ്ക്ക് 12:30 മുതൽ 3 വരെയാണ് വിശ്രമം അനുവദിക്കുക. അരുൺ പാറാട്ട്, 24, ദുബായ്. ഖത്തറിൽ ജൂൺ മാസത്തേക്കുള്ള പ്രതിമാസ ഇന്ധന നിരക്കുകൾ പ്രഖ്യാപിച്ചു. ഖത്തർ എനർജി പ്രീമിയം, സൂപ്പർ ഗ്രേഡ് പെട്രോൾ, ഡീസൽ എന്നിവയുടെ നിരക്കുകൾ മെയ് മാസത്തേതിൽ നിന്ന് മാറ്റമില്ലാതെ തുടരും. പ്രീമിയം പെട്രോൾ ലിറ്ററിന് 1 റിയാൽ 95 ദിർഹമായിരിക്കും നിരക്ക്. സൂപ്പർ ഗ്രേഡ് പെട്രോളിന് ലിറ്ററിന് 2 റിയാൽ 10 ദിർഹമാണ് വില. ജൂണിൽ ഡീസൽ ലിറ്ററിന് 2 റിയാൽ 0.5 ദിർഹം ഈടാക്കും. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഡീസൽ, സൂപ്പർ ഗ്രേഡ് പെട്രോൾ വില മാറ്റമില്ലാതെ തുടരുകയാണ്. 4 മാസത്തെ തുടർച്ചയായ വർധനവിന് ശേഷം UAEയിൽ ഇന്ധനവില കുറച്ചു. അടുത്ത മാസം ഇന്ധനവിലയിൽ ശരാശരി 20 ഫിൽസിന്റെ കുറവാണ് വരിക. ഇന്ധനവിലയിൽ മാറ്റമുണ്ടായതോടെ അജ്മാനിൽ ടാക്സി നിരക്ക് കുറച്ചു. കഴിഞ്ഞ മാസങ്ങളിലെ തുടർച്ചയായ വർധനവിന് ശേഷം വാഹന ഉടമകൾക്ക് അല്പം ആശ്വാസം നൽകുന്ന തീരുമാനമാണ് വന്നിരിക്കുന്നത്. പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. ഫ്യൂൽ പ്രൈസിംഗ് കമ്മിറ്റിയാണ് പുതിയ നിരക്ക് പുറത്തുവിട്ടത്. സ്പെഷ്യൽ പെട്രോൾ വില 3 ദിർഹം 2 ഫിൽസായും E+ന്റെ വില 2 ദിർഹം 95 ഫിൽസായും കുറയും. സൂപ്പർ പെട്രോളിന്റെ വില 3 ദിർഹം 34 ഫിൽസിൽ നിന്നും 3 ദിർഹം 14 ഫിൽസാകും. ഡീസൽ വിലയിലും അടുത്ത മാസം കുറവുണ്ടാകും. 3 ദിർഹം 7 ഫിൽസിൽ നിന്നും 2 ദിർഹം 88 ഫിൽസായാണ് ഡീസൽ വില കുറയുക. പുതിയ നിരക്ക് ഇന്ന് അർദ്ധരാത്രിയോടെ നിലവിൽ വരും. ഇന്ധനവില കുറഞ്ഞതോടെ അജ്മാൻ എമിറേറ്റിൽ ടാക്സി നിരക്കുകളിൽ കുറവ് വരുത്തിയതായി അധികൃതർ അറിയിച്ചു. നാളെ മുതൽ കിലോമീറ്ററിന് 1 ദിർഹം 84 ഫിൽസാണ് ഈടാക്കുക. 2015 മുതൽ അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവിലയ്ക്ക് അനുസൃതമായാണ് UAEയിലെ പെട്രോൾ ഡീസൽ വില നിശ്ചയിക്കുന്നത്. ഇതിനായി ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിൽ പ്രത്യേക കമ്മിറ്റിയും രാജ്യത്ത് നിലവിലുണ്ട്. അരുൺ പാറാട്ട്, 24, ദുബായ്. നാളെ മുതൽ ദുബായിൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകൾക്ക് നിരോധനം നിലവിൽ വരും. രാജ്യത്ത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും വിപണനവും ഘട്ടം ഘട്ടമായി നിരോധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി. നിയമം പാലിക്കാത്തവർക്കെതിരെ പിഴയുൾപ്പെടെ ചുമത്തും. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന സ്റ്റിറോഫോം ഉൽപ്പന്നങ്ങൾക്ക് അബുദാബി ഏർപ്പെടുത്തിയ നിരോധനവും നാളെ നിലവിൽ വരും. പ്ലാസ്റ്റിക് രഹിത സമൂഹം എന്ന ലക്ഷ്യത്തിലേക്ക് അതിവേഗം നടന്നെടുക്കുകയാണ് UAE. ഇതിന്റെ ഭാഗമായി ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകൾക്ക് ദുബായിൽ നാളെ മുതൽ നിരോധനം നിലവിൽ വരും. പ്ലാസ്റ്റിക് നിരോധനത്തിന് തുടക്കം എന്ന നിലയിൽ 2012 ദുബായ് പ്ലാസ്റ്റിക് ബാഗുകൾക്ക് 25 ഫിൽസ് ഈടാക്കിയിരുന്നു. എമിറേറ്റിലെ സൂപ്പർ മാർക്കറ്റുകളിൽ ഉൾപ്പെടെ ഇതുവരെ ഉപഭോക്താക്കൾക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ ഇത്തരത്തിൽ 25 ഫിൽസിന്റെ ഈ ബാഗുകൾ വാങ്ങാനുള്ള സൗകര്യം നൽകിയിരുന്നു. ഇത് ഇന്നു മുതൽ അവസാനിപ്പിക്കും. നിയമം നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ നാളെ മുതൽ പരിശോധന വ്യാപകമാക്കും. നിയമം ലംഘിച്ചാൽ 200 ദിർഹമാണ് പിഴ.
ഒരു വർഷത്തിനിടെ നിയമലംഘനം ആവർത്തിച്ചാൽ ഓരോ തവണയ്ക്കും ഇരട്ടി പിഴ ഈടാക്കും. ഇങ്ങനെ പരമാവധി 2000 ദിർഹം വരെയാണ് പിഴ ഈടാക്കുക. അതേസമയം അടുത്ത വർഷം ജനുവരി 1 മുതൽ 2ാം ഘട്ട പ്ലാസ്റ്റിക് നിരോധനം നിലവിൽ വരുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതിനിടെ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന സ്റ്റിറോഫോം ഉൽപ്പന്നങ്ങൾക്ക് അബുദാബി ഏർപ്പെടുത്തിയ നിരോധനവും നാളെ നിലവിൽ വരും. അബുദാബി പരിസ്ഥിതി വികസന വകുപ്പാണ് ഇക്കാര്യം അറിയിച്ചത്. കപ്പുകൾക്കും പ്ലേറ്റുകൾക്കും ഇത്തരത്തിൽ നിരോധനം ബാധകമായിരിക്കും. അരുൺ പാറാട്ട്, 24, ദുബായ്. കുവൈത്തിൽ ജനങ്ങളുടെ സ്വൈരജീവിതത്തിന് ഭീഷണിയാകുന്ന തരത്തിൽ പൊതുനിരത്തുകളിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നവർക്ക് മുന്നറിയിപ്പുമായി ജനറൽ ട്രാഫിക് വിഭാഗം. ഇത്തരം വാഹനങ്ങൾ പിടികൂടി പൊളിച്ച് കഷ്ണങ്ങളാക്കും എന്നാണ് മുന്നറിയിപ്പ്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും യുവാക്കളുടെ അഭ്യാസ പ്രകടനങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് രാജ്യവ്യാപക പരിശോധനാ ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. പിടികൂടിയ വാഹനങ്ങൾ യന്ത്രങ്ങൾ ഉപയോഗിച്ച് തകർത്തതിനു ശേഷം സ്ക്രാപ്പ് യാർഡുകളിലേക്ക് മാറ്റും. അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നവരെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിന്റെ എമർജൻസി ഫോൺ 112 വിളിക്കുകയോ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിന്റെ 99 32 40 92 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് സന്ദേശം അയക്കുകയോ ചെയ്യണം. ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പെയ്ത കനത്ത മഴ വ്യാപക നാശം വിതച്ചു. തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. കാറിന് മുകളിൽ മണ്ണിടിഞ്ഞ് വീണ് കുടുങ്ങിയ ഒരാളെ രക്ഷപ്പെടുത്തി. കരിപ്പിലങ്ങാട് വീടിന് മുകളിൽ മണ്ണിടിഞ്ഞ് കുടുങ്ങിയ ഒരാളെ രക്ഷപ്പെടുത്തി. മൂലമറ്റത്ത് തോടുകൾ കരകവിഞ്ഞ് വീടുകളിലേക്ക് വെള്ളമെത്തി. മണപ്പാടി ചപ്പാത്ത് കരകവിഞ്ഞൊഴുകി. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ കനത്ത മഴയാണ്. ഈരാറ്റുപേട്ട, എരുമേലി, തീക്കോയി മേഖലകളിൽ മഴ നാശം വിതച്ചു. ഇടുക്കിയിൽ ജില്ലാ കളക്ടർ രാത്രിയാത്ര നിരോധിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലും രാത്രി കനത്ത മഴയാണ് ലഭിച്ചത്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഇന്ന് 3 മരണം. കുട്ടനാട്ടിൽ വീട് വൃത്തിയാക്കുന്നതിനിടെ ഗൃഹനാഥൻ ഷോക്കേറ്റു മരിച്ചു. കോഴിക്കോട് ചേലമ്പ്രയിൽ 11കാരൻ സമീപത്തെ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചു. കൊല്ലം പത്തനാപുരത്ത് ആറ്റിൽ വീണ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടുക്കി, കോഴിക്കോട് ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടായിരുന്നു. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇന്ന് പൊലിഞ്ഞത് 3 ജീവനുകൾ. കുട്ടനാട് വീട്ടിൽ വെള്ളം കയറിയത് വൃത്തിയാക്കുന്നതിനിടെ ഷോക്കേറ്റ് ഗൃഹനാഥന് ദാരുണാന്ത്യം. പുളിങ്കുന്ന് സ്വദേശി മണിയനാണ് മരിച്ചത്. കോഴിക്കോട് ചേലേമ്പ്രയിൽ വീടിനു സമീപത്തെ വെള്ളക്കെട്ടിൽ വീണ 11 വയസ്സുകാരൻ മുങ്ങി മരിച്ചു. പാറയിൽ ഫൈസലിന്റെ മകൻ മുഹമ്മദ് ഫാദിലിനാണ് ജീവൻ നഷ്ടമായത്. ഏറെ നേരത്തെ തെരച്ചിലിനൊടുവിൽ പുള്ളിക്കടവ് പാലത്തിന് സമീപത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊല്ലം പത്തനാപുരത്ത് ആറ്റിൽ വീണ സ്ത്രീയുടെ മൃതദേഹവും കണ്ടെത്തി. കമുകഞ്ചേരി സ്വദേശിനി വത്സലയുടെ മൃതദേഹമാണ് ആറിൽ നിന്ന് കണ്ടെടുത്തത്. അതേസമയം സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. ഇടുക്കി, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമുണ്ട്. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിനരികെ ചക്രവാത ചുഴി രൂപപ്പെട്ടു. ഇതിന്റെ ഫലമായി കേരള തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അടുത്ത 7 ദിവസം സംസ്ഥാനത്ത് വ്യാപകമായി ഇടി, മിന്നൽ, കാറ്റ് എന്നിവയോടുകൂടിയ മിതമായതോ അല്ലെങ്കിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശം. തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് പ്രദേശത്തും മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. കൊച്ചിയിലെ മഴക്കാലപൂർവ്വ ശുചീകരണം പാളിയതിൽ പരസ്പരം പഴിചാരി ഭരണപ്രതിപക്ഷ പാർട്ടികൾ. കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലേക്ക് CPIM-ഉം മന്ത്രി P. രാജീവിന്റെ ഓഫീസിലേക്ക് കോൺഗ്രസും പ്രതിഷേധ പ്രകടനം നടത്തി. വെള്ളക്കെട്ടിന് ഉത്തരവാദി ഭരണസമിതിയെന്നാരോപിച്ച് കൊച്ചി കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ബഹളമുണ്ടായി. അതേസമയം മഴ കുറഞ്ഞതോടെ വെള്ളം കയറിയ വീടുകൾ വൃത്തിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കൊച്ചിക്കാർ. തകർത്തുപെയ്ത മഴ മാറിയതോടെയാണ് വെള്ളം കയറിയ വീടുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. വീടുകളിൽ അടിഞ്ഞുകൂടിയ ചെളിയും മാലിന്യങ്ങളും നീക്കാനുള്ള കഷ്ടപ്പാടിലാണ് ആളുകൾ. ഞങ്ങള് ക്ലീനിങ് ആദ്യത്തെ ഒരു ഘട്ടം നടത്തി. അത് നടത്തിയ ഒരുമാതിരി ഇരുന്നപ്പോഴാണ് അടുത്ത മഴയും വന്നത്. അടുത്ത മഴ വന്നിട്ട് വീണ്ടും അതിനേക്കാൾ ഉയരത്തിൽ വെള്ളം കയറി. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങളൊന്നും ചെയ്യാതിരിക്കുകയാണ്. ഒന്നാമത് അങ്ങോട്ട് കയറിയാൽ ഞങ്ങൾ തെന്നി വീഴും. ആ ഒരു അവസ്ഥയിലാണ്. മഴക്കെടുതിയിൽ നാട് വലഞ്ഞിട്ടും ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നില്ലെന്നാരോപിച്ച് വിവിധയിടങ്ങളിൽ പ്രതിഷേധം നടന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മന്ത്രി P. രാജീവിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം. ഈ നാടിനെ ഒന്നിച്ചുകൂടെ നിർത്തിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരും ദിവസങ്ങളിൽ അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് തയ്യാറെടുത്തിട്ടുണ്ട്. കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ CPIM-ന്റെ നേതൃത്വത്തിലും പ്രതിഷേധം. കൊച്ചി കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ മേയറും പ്രതിപക്ഷ അംഗങ്ങളും തമ്മിൽ വാക്പോര്. ലഘുമേഘ വിസ്ഫോടനമാണ് കൊച്ചിയിലെ വെള്ളപ്പൊക്കത്തിന് കാരണമെന്ന് മേയർ M. അനിൽകുമാർ വിശദീകരിച്ചു. കൊച്ചി നഗരത്തിലെ ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്ന ഈ സംവിധാനം വീണ്ടും വീണ്ടും ഉണ്ടാകുകയാണ്.
ഇപ്പൊ ഞാൻ അസാധാരണം എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ വിമർശിക്കുന്നുണ്ട്. ഇപ്പോൾ അസാധാരണം എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം സാധാരണമായിക്കൊണ്ടിരിക്കുകയാണ്. ബഹളത്തിൽ മുങ്ങി കൗൺസിൽ യോഗം ഒടുവിൽ നിർത്തിവെച്ചു. കോർപ്പറേഷൻ അനാസ്ഥ ആരോപിച്ച് നാളെയും പ്രതിഷേധിക്കാനാണ് UDFന്റെ തീരുമാനം. 24 കൊച്ചി. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗം അതിരൂക്ഷമായി തുടരുകയാണ്. ഉത്തർപ്രദേശിലെ 2 ജില്ലകളിലായി 15 തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ മരിച്ചു. 30ലേറെ ഉദ്യോഗസ്ഥർ സൂര്യാഘാതമേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഉഷ്ണതരംഗത്തിൽ ഉത്തർപ്രദേശിൽ ഒരു ദിവസത്തിനിടെ 166 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. ബീഹാറിൽ 40 പേർ മരിച്ചു. ഉത്തർപ്രദേശിൽ നാളെ 7ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മിർസാപൂർ, സോൻഭദ്ര ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി വിന്യസിച്ച 15 ഉദ്യോഗസ്ഥരാണ് സൂര്യാഘാതത്തെ തുടർന്ന് മരിച്ചത്. 5 ഹോംഗാർഡുകളടക്കം 7 സുരക്ഷാ ഉദ്യോഗസ്ഥർ മിർസാപൂരിൽ മരിച്ചവരിൽ ഉൾപ്പെടുന്നു. സോൻഭദ്രയിൽ 2 ഉദ്യോഗസ്ഥർ മരിച്ചു. 2 ഇടങ്ങളിലുമായി 30ലേറെ ഉദ്യോഗസ്ഥരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ബിജ്നോറിലെ റെഹാട്ട് സ്റ്റേഷനിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സൂര്യാഘാതത്തെ തുടർന്ന് മരിച്ചു. കഴിഞ്ഞ ഒരു ദിവസത്തിനിടെ ഉഷ്ണതരംഗത്തെ തുടർന്ന് 166 മരണങ്ങളാണ് ഉത്തർപ്രദേശിൽ റിപ്പോർട്ട് ചെയ്തത്. ബീഹാറിൽ സൂര്യാഘാതത്തെ തുടർന്ന് 40ഓളം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരിച്ചവരിൽ ഭൂരിഭാഗവും തൊഴിലാളികളാണ്. ബീഹാറിലെ ഔറംഗാബാദ് ജില്ലാ ആശുപത്രിയിൽ സൂര്യാഘാതമേൽക്കുന്ന രോഗികൾക്കായി പ്രത്യേക വാർഡ് ക്രമീകരിച്ചു. ചണ്ഡീഗഡിലും ഹരിയാനയിലെ റോത്തക്കിലും ഇന്ന് രേഖപ്പെടുത്തിയത് ഈ സീസണിൽ ഏറ്റവും ഉയർന്ന താപനിലയാണ്. ഉത്തരേന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം താപനില 46 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. ഹരിയാന, ചണ്ഡീഗഡ്, ഡൽഹി, പഞ്ചാബ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ ഉഷ്ണതരംഗം കഠിനമായി തുടരുന്നതായും വരും ദിവസങ്ങളിൽ തരംഗത്തിന്റെ തീവ്രത കുറയുമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. 24 ഡൽഹി. അത്യുഷ്ണത്തിനിടെ ഡൽഹിയിൽ കടുത്ത ജലക്ഷാമം. ഹരിയാന ആവശ്യമായ വെള്ളം നൽകുന്നില്ല എന്ന് ഡൽഹി സർക്കാർ ആരോപിച്ചു. ജലക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ ഡൽഹി സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. ജലക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ കേന്ദ്രത്തിന് ഡൽഹി സർക്കാർ കത്തെഴുതി. ഹരിയാന, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക ജലം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് കത്ത്. ചാണക്യപുരിയിലെ സഞ്ജയ് കോളിൽ നിന്നുള്ളതാണ് ഈ ദൃശ്യം. ഓടുന്ന ടാങ്കറിലേക്ക് ചാടിക്കയറിയുള്ള ഈ സാഹസം കുടിവെള്ളത്തിനായാണ്. താപനില 50 ഡിഗ്രി സെൽഷ്യസ് കടന്നതോടെ കുടിവെള്ളത്തിനായി പരക്കം പായുകയാണ് ജനം. കന്നാസുകൾ നിരത്തി മണിക്കൂറുകൾ കാത്തുനിന്നാൽ മാത്രമേ വെള്ളം കിട്ടുകയുള്ളൂ. നഗരത്തിലെ മറ്റ് കോളനികളിലും സാഹചര്യം വ്യത്യസ്തമല്ല. देखो पहले ड्रम भरना जरूरी है, पहले ये भरना सबका, देखो सब खड़े हैं ना, सबका भरना जरूरी है ना, थोड़ा थोड़ा सबका भर दो आप, उसके बाद ड्रम भरते रहना, खाली होगा तो। टैंकर का मुझे पता नहीं, मैं तो आज पहली बार घर पे हूँ इसलिए आया भरने के लिए, नहीं तो मैं पानी भरने नहीं आता। दिक्कत तो है, बहुत ज्यादा दिक्कत है, अभी गर्मी के टाइम बहुत ज्यादा दिक्कत है। देखो तो पीने के लिए तो ये सब क्या है, देखिए ये सब देखिए ले रखा हूँ, देखिए पीने के लिए है ना, ये सब किस लिए है, पीने के लिए है। ജലക്ഷാമം വാർത്തയായതിനു പിന്നാലെ കോളനികളിൽ ഒരു നേരം മാത്രം എത്തിയിരുന്ന വെള്ളം ഇന്ന് 2 തവണ ടാങ്കറുകളിൽ എത്തിച്ചു. ടാങ്കറുകളെ ഏകോപിപ്പിക്കുന്നതിനായി പ്രത്യേക സംഘത്തെ ഡൽഹി സർക്കാർ നിയോഗിച്ചു. അനാവശ്യമായി വെള്ളം പാഴാക്കിയാൽ 2000 രൂപ പിഴ ചുമത്തും. അതിനിടെ പ്രതിസന്ധി മറികടക്കാനായി അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ആവശ്യമായി വെള്ളം നൽകണമെന്നാവശ്യപ്പെട്ട് ഡൽഹി സർക്കാർ സുപ്രീം കോടതി സമീപിച്ചു. 1 മാസത്തേക്ക് ക്രമീകരണം വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം. 24 ഡൽഹി. മഹാത്മാഗാന്ധിയെ ലോകമറിഞ്ഞത് സിനിമയിലൂടെയാണെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം തുടരുന്നു. പരാമർശം അപമാനകരമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്ന് DYFI ആവശ്യപ്പെട്ടു. ഗാന്ധിജിയെക്കുറിച്ചറിയാൻ ലോകത്തിന് സിനിമയുടെ ആവശ്യമില്ലെന്ന് കത്തോലിക്ക സഭാ മുഖപത്രമായ ദീപിക മുഖപ്രസംഗം എഴുതി. നരേന്ദ്രമോദിക്കെതിരെ സംവിധായകൻ ലോയിത് ബർമൻ ഗുവാഹത്തി പോലീസിൽ പരാതി നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഹിന്ദു മഹാസഭയുടെ പ്രേതം ബാധിച്ചെന്ന് പരിഹസിച്ചുകൊണ്ടായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ഗോഡ്സെയെ പോലെ ഗാന്ധി ഘാതകരിൽ നിന്ന് പരിശീലനം ലഭിച്ചതുകൊണ്ടാണ് നരേന്ദ്രമോദി ഇത്തരം പരാമർശം നടത്തിയതെന്നും രമേശ് ചെന്നിത്തല. അദ്ദേഹം കേവലം ഒരു സിനിമയുടെ മാത്രമാണ് ലോകത്തെ തലമുറകൾ അറിഞ്ഞത് എന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവന നാഥുറാം ഗോഡ്സെയെ പോലെയുള്ള ഗാന്ധി ഘാതകരുടെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന് പരിശീലനം കിട്ടിയതുകൊണ്ടാകാം. ഗാന്ധി സിനിമ ഇറങ്ങുന്നതിനു മുൻപേ മഹാത്മാഗാന്ധിയെ ലോകം ആരാധിച്ചിരുന്നു. എന്നാൽ പ്രധാനമന്ത്രിക്കത് വിശ്വസിക്കാൻ ആകുന്നില്ല എന്നത് കഷ്ടമാണെന്നായിരുന്നു ദീപികയുടെ മുഖപ്രസംഗം. ഗാന്ധിജിയെക്കുറിച്ച് അറിയാത്തവരുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള അറിവ് എന്താണെന്ന ചോദ്യവും മുഖപ്രസംഗത്തിലുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗാന്ധി നിന്ദയാണ് മോദി നടത്തിയതെന്ന് DYFI ദേശീയ അധ്യക്ഷൻ AA റഹീം. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗാന്ധി നിന്ദയാണ് ശ്രീ നരേന്ദ്രമോദി നടത്തിയത്. ശ്രീ നരേന്ദ്രമോദി
രാജ്യത്തോട് നിരുപാധികം മാപ്പ് പറയാൻ തയ്യാറാണ്. വിവാദത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ചലച്ചിത്ര സംവിധായകൻ ലൂയിത് ബർമൻ ഗുവാഹത്തി പോലീസിൽ പരാതി നൽകി. ഗാന്ധിയെക്കുറിച്ചുള്ള പരാമർശം നിന്ദ്യവും അപകീർത്തികരവുമെന്ന പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. 24 ഡൽഹി. വാർത്തകളിലേക്ക് വീണ്ടും. കർണാടക സർക്കാരിനെ താഴെയിറക്കാൻ കേരളത്തിൽ മൃഗബലി നടന്നെന്ന ആരോപണവുമായി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ. രാജരാജേശ്വര ദേവസ്ഥാനത്തിന് സമീപമാണ് യാഗം നടന്നതെന്നും ഡി കെ ശിവകുമാർ പറഞ്ഞു. വിവരശേഖരണത്തിനായി കർണാടക രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥർ കണ്ണൂരിൽ എത്തി. കേരളത്തിൽ ഇപ്പോഴും മൃഗബലി നടക്കുന്നുണ്ടോ? നിരോധിച്ച ദുരാചാരം കേരളത്തിലുണ്ടെന്നാണ് ഡി കെ ശിവകുമാറിന്റെ ആരോപണം. ಶತ್ರು ಭೈರವಿ ಯಾಗ ಕೇರಳ ರಾಜರಾಜೇಶ್ವರಿ ದೇವಸ್ಥಾನದ ಆಸುಪಾಸಿನಲ್ಲಿ ಈ ಯಾಗ ಶತ್ರುವಿನ ಸಂಹಾರ ಯಾಗ. ಈ ಯಾಗಕ್ಕೆ ಪಂಚಬಲಿ ಕೊಡುತ್ತಿದ್ದಾರೆ. കർണാടക സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ രാഷ്ട്രീയ എതിരാളികളാണ് മൃഗബലി നടത്തിയതെന്ന് ഡി കെ ശിവകുമാർ ആരോപിച്ചു. ഇതിനായി ആട്, പോത്ത്, പന്നി എന്നീ മൃഗങ്ങളെ ബലി കൊടുത്തു. ആരാണ് ചെയ്യിപ്പിച്ചതെന്ന് കൃത്യമായി അറിയാമെന്നും ഡി കെ ശിവകുമാർ പറഞ്ഞു. ആരോപണത്തിന് പിന്നാലെ കർണാടക രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥർ വിവരശേഖരണത്തിന് കണ്ണൂരിലെത്തി. പ്രസ്താവന വിവാദമായതോടെ വിശദീകരണവുമായി ഡി കെ ശിവകുമാർ വീണ്ടും രംഗത്തെത്തിയെങ്കിലും പൂജ നടത്തിയത് ആരെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. ജനങ്ങളുടെ പ്രാർത്ഥന തനിക്ക് രക്ഷയാകുമെന്നും മന്ത്രവാദം ഏൽക്കില്ലെന്നും ഡി കെ ശിവകുമാർ പറയുന്നു. എന്നാൽ കേരളത്തിന്റെ പ്രതിച്ഛായയെ തന്നെ ബാധിക്കുന്ന വിവാദ വെളിപ്പെടുത്തലിൽ കൂടുതൽ വ്യക്തത ആവശ്യമാണ്. 24 ബംഗളൂരു. കർണാടക സർക്കാരിനെ താഴെയിറക്കാൻ കേരളത്തിൽ മൃഗബലി എന്ന ആരോപണം വിവാദമായതിന് പിന്നാലെ വിശദീകരണവുമായി ഡി കെ ശിവകുമാർ രംഗത്തെത്തി. രാജരാജേശ്വര ക്ഷേത്രത്തിൽ മൃഗബലി നടന്നുവെന്ന് പറഞ്ഞിട്ടില്ല എന്ന് ഡി കെ ശിവകുമാർ എക്സിലൂടെ വ്യക്തമാക്കി. മൃഗബലി നടന്നത് ക്ഷേത്രത്തിന്റെ സമീപത്താണെന്ന് മാത്രമാണ് പറഞ്ഞത്. ക്ഷേത്രത്തിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയുള്ള സ്വകാര്യ സ്ഥലത്താണ് മൃഗബലി നടന്നതെന്നും വാക്കുകൾ വളച്ചൊടിക്കാൻ ശ്രമിക്കരുതെന്നും ഡി കെ ശിവകുമാർ വിശദീകരിച്ചു. കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ മൃഗബലി ആരോപണത്തിൽ വ്യാപക പ്രതിഷേധം. വിവാദ പ്രസ്താവനയിൽ വിവിധ ദേവസ്വങ്ങൾ അതൃപ്തി അറിയിച്ചു. ഡി കെ ശിവകുമാറിനെ വിമർശിച്ച് CPIM-ഉം രംഗത്തെത്തി. കൃത്യമായ വിവരങ്ങളില്ലാതെ നടത്തിയ പ്രസ്താവന പല ക്ഷേത്രങ്ങളെയും സംശയത്തിന്റെ നിഴലിലാക്കിയെന്നാണ് ഡി കെ ശിവകുമാറിനെതിരെ ഉയരുന്ന പ്രധാന വിമർശനം. കേരളത്തിൽ മൃഗബലിക്കുള്ള സാധ്യതയില്ലെന്നും ആരോപണമുയർന്ന പശ്ചാത്തലത്തിൽ അന്വേഷണം നടത്തുമെന്നും ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. തളിപ്പറമ്പ് തൃച്ചംബരം കാഞ്ഞിരങ്ങാട് ദേവസ്വം ഡി കെ ശിവകുമാറിന്റെ ആരോപണം തള്ളി. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലോ സമീപ ക്ഷേത്രങ്ങളിലോ മൃഗബലിയില്ല. വിവാദങ്ങളിലേക്ക് ക്ഷേത്രത്തിന്റെ പേര് വലിച്ചിഴച്ചത് ഖേദകരമെന്നും ദേവസ്വം അറിയിച്ചു. ആരോപണം വാസ്തവവിരുദ്ധമാണെന്ന് മലബാർ ദേവസ്വം ബോർഡും പ്രതികരിച്ചു. ഹിന്ദുസമൂഹത്തിൽ വികലമായ ആചാരങ്ങളില്ലെന്ന് യോഗക്ഷേമ സഭ സംസ്ഥാന പ്രസിഡന്റ് അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട്. ഇത് വെറുതെ പറയുന്ന ഒരു സ്റ്റണ്ടാണ്. ഇതിനകത്ത് ചുമ്മാ കാശ് പിടുങ്ങാൻ വേണ്ടി ആരെങ്കിലും അത് ചെയ്യുമെന്ന് നമുക്കറിയില്ല. ഏതായാലും അത് ശാസ്ത്രത്തിലുള്ളതല്ല. ഞാൻ പറഞ്ഞ 14 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ആളെന്നുള്ള നിലയിൽ ഇങ്ങനെ നമ്മുടെ തന്ത്രശാസ്ത്രത്തിലോ മന്ത്രശാസ്ത്രത്തിലോ ഒന്നുമില്ല. ശിവകുമാറിന്റെ ആരോപണം ഭ്രാന്തെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഭ്രാന്താണ്, ഭ്രാന്ത്. ലോകത്തിന്റെ വിവിധ മേഖലയിൽ നിന്ന് ഭക്തർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇങ്ങനെയുള്ള തൂന്നിയാസം പറഞ്ഞാൽ അതിന് ഭ്രാന്ത് എന്നല്ലാണ്ട് എന്താ പറയാ, എന്ത് പദപ്രയോഗം വേണം? പിന്നെ വിവാദത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് 24. ഗൾഫോക്കസിലേക്ക് വീണ്ടും. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതികൾക്കെതിരെ മതിയായ തെളിവുകളില്ലെന്ന് ഹൈക്കോടതി. കേസിൽ 19 പ്രതികൾക്കും കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. പ്രതികൾ സിദ്ധാർത്ഥിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതിന് തെളിവില്ല എന്ന പ്രതിഭാഗം വാദം കോടതി മുഖവിലേക്കെടുത്തു. വിധി നിരാശാജനകമെന്ന് സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ പ്രതികരിച്ചു. ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ചാണ് കേസിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന നിർണായക നിരീക്ഷണം നടത്തിയത്. പ്രതികൾ സിദ്ധാർത്ഥിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതിന് മതിയായ തെളിവുകളില്ല. തൂങ്ങിയതിന്റെ മുറിവുകളല്ലാതെ സിദ്ധാർത്ഥിന്റെ ശരീരത്തിൽ മറ്റ് മുറിവുകൾ ഉണ്ടായിരുന്നില്ലെന്ന പ്രതിഭാഗം വാദം വിശ്വസനീയമാണ്. പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും വിദ്യാർത്ഥികളാണെന്നും പറഞ്ഞ കോടതി സമൂഹത്തിന്റെ വികാരം കണക്കിലെടുത്ത് ജാമ്യം നിഷേധിക്കാനാകില്ലെന്നും വ്യക്തമാക്കി. അതേസമയം കോടതിക്ക് വേണ്ടത് തെളിവുകളാണെന്നും അത് ലഭിക്കും മുമ്പേ എല്ലാം നശിപ്പിച്ചിട്ടുണ്ടാകാമെന്നും സിദ്ധാർത്ഥന്റെ പിതാവ് പ്രതികരിച്ചു. ജാമ്യം കിട്ടാൻ പാടില്ലായിരുന്നുവെന്നും വലിയ വിഷമത്തിലാണെന്നും സിദ്ധാർത്ഥന്റെ അമ്മ. ജാമ്യം അവർക്ക് കിട്ടാൻ പാടില്ല, അല്ലെങ്കിൽ കിട്ടില്ല എന്നാണ് ഞങ്ങൾ ഉറച്ചിരുന്നത്. കോടതിയല്ലല്ലോ ലാസ്റ്റ് വിധി, ദൈവമുണ്ടല്ലോ, ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നവരാ. പ്രതിഭാഗം, CBI, സിദ്ധാർത്ഥന്റെ കുടുംബം എന്നിവരെ
വിശദമായി കേട്ട ശേഷമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധി. പ്രതികൾ വയനാട് ജില്ലയിൽ പ്രവേശിക്കരുത്, വിചാരണ പൂർത്തിയാകുന്നതുവരെ സംസ്ഥാനം വിടരുത്, പ്രതികളുടെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം എന്നിങ്ങനെ കർശന ഉപാധികളോടെയാണ് ജാമ്യം. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിന്റെ അറസ്റ്റിൽ പോലീസിന് ഗുരുതര വീഴ്ച. CI ആൻഡ്രിക് ഗ്രോമിക് ഗുരുതര ചട്ടലംഘനം നടത്തിയെന്നാണ് കണ്ടെത്തൽ. തൃശൂർ റൂറൽ എസ്പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക നടപടിക്ക് ഉത്തരമേഖല IG K സേതുരാമൻ ഉത്തരവിട്ടു. വീഴ്ച സംബന്ധിച്ച പോലീസ് റിപ്പോർട്ടിൽ സന്തോഷമുണ്ടെന്ന് റൂബിൻ ലാലിന്റെ മാതാവ് രജനി മണിലാൽ പ്രതികരിച്ചു. തെളിവ് നശിപ്പിച്ചതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഇപ്പം എനിക്കിവിടെ കിടന്നുറങ്ങാൻ പേടി. എൻ്റെ മോനെ ഉപദ്രവിച്ച് കൊണ്ടുപോയ പോലെ എനിക്ക് ഇതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുമോ? ഞാനൊരു നാട്ടുമൃഗസ്ഥലത്തി 2 വാതിലും 3 വാതിലും അടച്ച് സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങണം ഞാനാണ്. ഞാൻ എനിക്ക് വരുമ്പോൾ വാതിൽ തുറന്നു കിടക്കണം. എനിക്കിപ്പോഴും കിടന്നുറങ്ങാനൊരു പേടി തോന്നുന്നു. 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ CI ആൻഡ്രിക് ഗ്രോമിക് അറസ്റ്റ് ചെയ്തത് മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയാണെന്ന് വ്യക്തമാക്കുന്നതാണ് തൃശൂർ റൂറൽ എസ്പിയുടെ റിപ്പോർട്ട്. അറസ്റ്റിന് മുൻപ് നോട്ടീസ് നൽകിയില്ല. റൂബിനെ ലോക്കപ്പിനുള്ളിൽ വിവസ്ത്രനാക്കി നിർത്തിയത് പോലീസിന്റെ പ്രതിച്ഛായയെ ബാധിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ CI ആൻഡ്രിക് ഗ്രോമിക്കിനെതിരെ പ്രാഥമിക നടപടിക്ക് ഉത്തരമേഖല IG K സേതുരാമൻ ഉത്തരവിട്ടു. 15 ദിവസത്തിനകം ആൻഡ്രിക് ഗ്രോമിക്കിന് ചാർജ് മെമ്മോ നൽകും. നടപടിയുടെ ഭാഗമായുള്ള വകുപ്പുതല അന്വേഷണത്തിന് തൃശൂർ റൂറൽ അസിസ്റ്റന്റ് SPയെ ചുമതലപ്പെടുത്തി. വീഴ്ച സംബന്ധിച്ച റിപ്പോർട്ടിൽ സന്തോഷമുണ്ടെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും അമ്മ രജനി മണിലാൽ ആവശ്യപ്പെട്ടു. നിരപരാധിയായി എൻ്റെ മോനെ ഇങ്ങനെ ശിക്ഷിച്ചതിന് അവർക്കെതിരെ വേണ്ട നടപടികൾ എടുക്കണം. മുഖ്യമന്ത്രി ഞങ്ങൾക്ക് അതിനുള്ള പരിഹാരം ഉണ്ടാക്കി തരുമെന്നൊരു വിശ്വാസം. ബീറ്റ് ഓഫീസർ ജാക്സൺ ഫ്രാൻസിസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടങ്ങിയ മൊബൈൽ ഫോൺ CI ആൻഡ്രിക് ഗ്രോമിക് നശിപ്പിച്ചതിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് അമ്മ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. മൊബൈൽ ഫോൺ ആൻഡ്രിക് ഗ്രോമിക് നശിപ്പിച്ചതിന് പിന്നിൽ ഉന്നതതല ഗൂഢാലോചനയുണ്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. 24 തൃശൂർ. ഈ റിപ്പോർട്ടോടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.